നിലമ്പൂരിൽ UDF-നും സ്ഥാനാർത്ഥിയായി LDF-നും സ്ഥാനാർത്ഥിയായി. ഇനി BJP-ക്ക് സ്ഥാനാർത്ഥി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുകയുമില്ല. പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റാരുമല്ല, PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ഇന്നലെ വൈകിട്ട് വരെ PV അൻവർ മത്സരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അൻവറും മറ്റു ചിലരും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അല്പം അയഞ്ഞ മട്ടാണ്. ഒരു പകൽ കൂടി കാത്തിരിക്കാനാണത്രേ PV അൻവറിനോട് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചില സമുദായ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം VD സതീശനും മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അല്പം അയഞ്ഞാണ് സംസാരിച്ചത്. ഇന്ന് 7 മണിക്ക് UDF-ൻ്റെ നേതൃയോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനം വരും. അൻവറിനെ UDF-ലേക്ക് എടുക്കണമോ, അസോസിയേറ്റ് മെമ്പറായി നിലനിർത്തണമോ, അല്ലെങ്കിൽ പൂർണ്ണമായും അൻവറിനെ അവഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അടുത്ത മിനിറ്റുകൾ UDF-നെ സംബന്ധിച്ചും അൻവറിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. റാവു, എന്ത് തോന്നുന്നു? PV അൻവർ നിലമ്പൂരിൽ ഇനി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ UDF-നോട് ഒത്തുചേർന്ന് മുന്നോട്ട് പോകുമോ? ഇപ്പോഴത്തെ ഇന്ന് രാവിലത്തെ സംഭവ വികാസങ്ങൾ കണ്ടാൽ UDF ആ കാര്യത്തിൽ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്കത്തെ ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞാൽ UDF-ഉം അൻവറും തമ്മിലുള്ള സമവായം അവർ പ്രഖ്യാപിക്കുമെന്നാണ്. അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് അൻവറും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നില രൂപപ്പെടും ഇന്ന് എന്നാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ കടുപ്പം, ഇന്നലെയൊന്നും കണ്ട കടുപ്പം ഇന്ന് കാണുന്നില്ലല്ലോ. ഇന്നിപ്പോൾ രാവിലെ അടൂർ പ്രകാശ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ചേർന്ന് പോകണം എന്ന്. ഇപ്പോൾ അൻവർ മാപ്പ് പറയണമെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാപ്പൊന്നും പറയണ്ട, മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതായി വാർത്ത പോലും കൊടുക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് K. മുരളീധരൻ സംസാരിക്കും. മുരളീധരൻ്റെ ഭാഷ അങ്ങേയറ്റം അനുനയത്തിൻ്റേതാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോവേണ്ടത്. രണ്ടായി പിരിഞ്ഞു പോയിട്ട് എന്ത് ഗുണം? ആർക്കും ഗുണമില്ലല്ലോ. അതുകൊണ്ട് ഒരുമിച്ചാണ് പോവേണ്ടത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശുഭസൂചകമായ കാര്യങ്ങൾ പര്യവസാനിക്കും. രാവിലെ ചില സൂചനകൾ കിട്ടുന്നു, വൈകുന്നേരം അത് ശുഭകരമായി അവസാനിക്കുന്നു പറഞ്ഞു. വൈകുന്നേരം സംസാരിക്കുമ്പോൾ VD സതീശനും അതതിൻ്റെ അവസാനത്തിലേക്ക് പോകുന്നതിൻ്റെ സന്ദേശം തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് രാവിലെ അൻവറും പറയുന്നത് കേൾക്കാമല്ലോ. ചില ആളുകൾ എന്നോട് സംസാരിച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചില അപ്പുറത്തുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് പൂർണ്ണമായി ഇനി വൈകുന്നേരം പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഇതുവരെ എങ്ങനെയാണ് ഇത് കുഴഞ്ഞു പറഞ്ഞു കിടന്നെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആരാണ് ഇത് ഇങ്ങനെ വൈകിപ്പിച്ചത്? ആരാണ് UDF ക്യാമ്പിന് ഇത്രയും ഒരു സുസ്ഥിരമായൊരു ഒരു സാധ്യതയെ ഇത്ര കുഴച്ചു മറിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി മുന്നണി എന്നൊക്കെ UDF-ൻ്റെ ഉത്തരവാദിത്വം, അതിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നോക്കൂ, നൗഫൽ, കഴിഞ്ഞ മെയ് 2-ന് UDF യോഗം ചേർന്ന് ഇദ്ദേഹത്തെ അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് തീരുമാനിച്ചതാണ്. മെയ് 2-ലെ പ്രാധാന്യം ഓർക്കണം. അന്ന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്ന് കോഴിക്കോട്ട് യോഗം ചേർന്നാണ് UDF നേതാക്കൾ. അങ്ങനെ യോഗം ചേർന്നാണ് ഇദ്ദേഹത്തെ കക്ഷിയുടെ മുന്നണിയുടെ സഖ്യകക്ഷിയാക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അത് പ്രഖ്യാപിക്കാൻ VD സതീശനെ ചുമതലപ്പെടുത്തുന്നു. അന്ന് തീരുമാനം എടുത്തതിൽ പ്രധാനപ്പെട്ട ആരും ഇപ്പോൾ ബാക്കിയില്ല. ബാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ പദവികളില്ല. MM ഹസൻ UDF കൺവീനറായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹം പോയി. KPC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ ഉണ്ടായിരുന്നു, അദ്ദേഹവും പദവിയിൽ നിന്ന് പോയി. ആകെ ആ തീരുമാനങ്ങളെക്കുറിച്ച് അറിവുള്ളതും അത് പ്രഖ്യാപിക്കാൻ ബാധ്യതപ്പെട്ടുമായ ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഈ പറയുന്ന VD സതീശനാണ്. അദ്ദേഹം അത് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടേ പോയി. ഒരു നിലയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തുമില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ K. മുരളീധരൻ പറഞ്ഞു കേട്ടത് ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധസമാന സാഹചര്യം എന്നൊക്കെ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പിറ്റേ ദിവസമാണല്ലോ സണ്ണിയെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ കഴിയാതെ പോയിരുന്ന വാദമൊക്കെ വെറും വിതണ്ട വാദമാണ്, നിലനിൽക്കുന്ന ഒന്നല്ല. അപ്പോൾ VD സതീശൻ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യം പൂർണ്ണമായും നിർവഹിച്ചില്ല. ഇന്നിപ്പോൾ ലീഗിൻ്റെ ചില സോഴ്സസിനോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് സതീശൻ അത് വൈകിപ്പിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സങ്കീർണതയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരത്തെ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തെ ഒരു പൂർണ്ണ കക്ഷിയായിട്ടല്ല, ഒരു അസോസിയേറ്റ് കക്ഷിയായി എടുക്കാനായിരുന്നു വ്യവസ്ഥ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇന്നീ ദിവസം വരെ അത് പൂർണ്ണമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇവർ പരാജയപ്പെട്ടു പോയി. ആ സാഹചര്യം നമ്മൾ നോക്കേണ്ട കാര്യം, അൻവർ അവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒന്നിൽ അൻവറിന് എന്താ സാധാരണ സംഭവിക്കുന്നതാണ്, അൻവർ തന്നെ സ്വതന്ത്രമായിട്ട് വീണ്ടും മത്സരിക്കുക എന്നാണ്. അതുണ്ടായില്ല. അല്ലെങ്കിൽ എന്താ അൻവർ പോയി കോൺഗ്രസ് ചേരുക, നമ്മൾ എവിടെ കണ്ട നെയ്യാറ്റിൻകരയെ കണ്ട പോലെ, എന്നിട്ട് മത്സരിക്കുക. അല്ലെങ്കിൽ ഒരു സ്വതന്ത്രം ഇവർ പൂർണ്ണമായി പിന്തുണ കൊടുക്കുക, നമ്മൾ വടകരയിലൊക്കെ കണ്ട പോലെ. ഇതെന്താ സംഭവിച്ചാൽ അൻവർ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അൻവർ എന്ത് ചെയ്യുന്നു? ഞാൻ മത്സരിക്കുന്നില്ല, പകരം UDF മത്സരിച്ചോട്ടെ, UDF-ന് ഞാൻ സമ്പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അയാൾക്കൊരു സേ അവിടെ ഉണ്ടല്ലോ. അയാളൊരു ത്യാഗം സഹിക്കുകയാണ്. സാധാരണ അയാൾ ഒറ്റയ്ക്ക് ഞാൻ തന്നെ മത്സരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയല്ല, അല്ല അയാൾ പോയി കോൺഗ്രസിൽ ചേരുകയല്ലേ, ഇന്ന് മറിച്ച് അയാൾ മാറി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ മത്സരിച്ചോ,
ഞാൻ നിങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കാം. എന്നിട്ട് അയാൾ പറഞ്ഞു ഇന്ന സ്ഥാനാർത്ഥി വേണം എന്നാണ് ആഗ്രഹം ജോയി, ഇന്നയാൾ വേണ്ടെന്നല്ല, വേണ്ടെന്നുള്ളതാണ് ആത്യന്തികമായ താല്പര്യം, അടിയിലുള്ള താല്പര്യം. പക്ഷേ മുകളിൽ അയാൾ പറഞ്ഞത് നിന്നയാൾ വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അയാൾ ചില സാങ്കേതികമായിട്ടുള്ള ലോജിക്കലായ റീസൺസ് മുന്നോട്ട് വെച്ചാണ് പേര് പറയുന്നത്. അത്രയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ ഒരാളോട് തിരിച്ച് ഇവരെന്താണ് ചെയ്തത്? അവർ എടുക്കാൻ തീരുമാനിച്ചിട്ട് അത് പരമാവധി ഇട്ട് വലിച്ച് അപ്പോൾ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ അവസാനിപ്പിക്കണം എന്ന ആലോചന. അപ്പോൾ വി ഡി സതീശൻ അതിൻ്റെ പേരിൽ പല താല്പര്യങ്ങളാണ്. വി ഡി സതീശൻ മൊത്തത്തിൽ അഴിമതിക്കാരനാണ്, കണ്ടെയ്നറിൽ നോട്ട് കൊണ്ടുവന്ന ആളാണെന്നൊക്കെ നിയമസഭയിൽ ഗുരുതര ആക്ഷേപം ഉന്നയിച്ച ആളാണത്. അപ്പോൾ അത് സതീശൻ അങ്ങനെ അത്തരം വ്യക്തിപരമായ ആക്രമണങ്ങളെ വേഗം മറന്നു കളയാത്ത ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കാണും. പിന്നെ ഇദ്ദേഹത്തെ എടുത്താൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാൽ എടുത്താൽ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന തൊല്ല എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചനയും കാണും, അതൊക്കെ കാണും. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് കെടുത്തി കളയാം എന്ന് തീരുമാനിച്ചു. അത് കുറച്ച് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി. അതിൻ്റെ എന്താണ് കാണുന്നത്? പ്രതിഫലമാണ് പിന്നീട് അങ്ങോട്ട് ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പോരാ, കൊള്ളാത്ത ആളാണ്, അദ്ദേഹത്തെ അടുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആകെപ്പാടെ വഷളായി പോകുന്നു. അൻവർ നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അൻവർ ആര്യാടൻ ഷൗക്കത്ത് വരുന്നതിനോട് അൻവറിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ആര്യാടൻ ഷൗക്കത്ത് അവിടെ ലബ്ധപ്രതിഷ്ഠ നേടിയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ അത് ബാധിക്കും. പിന്നെ അവർ നമ്മളെന്തോ ഫാമിലി റൈവലറി ഒക്കെ ഉണ്ടല്ലോ, ഫാമിലി റൈവലറി ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരാളുടെ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ പോയാൽ കക്ഷിരാഷ്ട്രീയത്തിലാവുന്ന നിൽക്കുന്ന കാര്യമൊന്നുമല്ല. എന്തായാലും അതൊരു ഘട്ടം കഴിഞ്ഞു, ഇങ്ങോട്ട് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണിച്ച സമീപനമായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ സി വേണുഗോപാലിനെ കാണാൻ എനിക്ക് സമയം കിട്ടിയതാണ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് രാജ്യഭീഷണി മുഴക്കി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കെ സി വേണുഗോപാലിനെ കൊണ്ട് പിന്മാറ്റിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. പലതരത്തിലുള്ള ഏരിയകളെ ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തുന്നു. അത് കോൺഗ്രസിനകത്ത് വലിയ ചലനം ഉണ്ടാക്കുന്ന നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടതില്ല, വെയിറ്റ് ചെയ്യൂ, നമ്മൾ ആ കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് ലീഗിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയതാണ്, ഒപ്പം ചില സമുദായ നേതാക്കളും. അപ്പോൾ ഇത് വൈകിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യണം. വേണമെങ്കിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് വി ഡി സതീശന് ഇത് കുറച്ചുകൂടി വൃത്തിയായി ടാക്കിൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ചില പ്രത്യേക താല്പര്യം അതിനകത്ത് എടുത്തു എന്നാണ് UDF അകത്തു നിന്നുള്ള നേതാക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിനപ്പുറം അത് പരിഹരിക്കാൻ കഴിയുമായ സാഹചര്യത്തെ അദ്ദേഹം വഷളാക്കി. ഇനിയിപ്പോൾ ഒരു നിലയ്ക്കും പറ്റാതെ, കാരണം അപ്പുറത്ത് ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു CPM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു അൻവറിനെ ഒഴിവാക്കിയിട്ട് ഞങ്ങളങ്ങ് മത്സരിച്ചോളാവുന്നൊരു നിലയെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. സോ വേഗം കോംപ്രമൈസ് ചെയ്യും രണ്ടുപക്ഷം എന്നാണ്. രണ്ടുപേർക്കും അനിവാര്യമായ ഒരു സാഹചര്യം നിലമ്പൂരിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അജിംസ്, ഇപ്പം രണ്ട് സാധ്യതകളാണ്, രണ്ട് ചിത്രങ്ങളാണ് നിലമ്പൂരിൽ വരാൻ പോകുന്നത്. ഒന്ന്, അൻവർ ഒറ്റ മത്സരിക്കുന്നു, അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു. രണ്ടാമത് അൻവർ UDF പിന്തുണയ്ക്കുന്നു, മറ്റൊരു തരത്തിലുള്ള പോരാട്ടം. ഈ രണ്ട് സാഹചര്യവും ഏത് മുന്നണിക്കാണ് ഗുണം ചെയ്യുക, ഏത് മുന്നണിക്കാണ് ദോഷം ചെയ്യുക? അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തീർച്ചയായിട്ടും അത് UDF ജയസാധ്യതയെ ബാധിക്കും. കാരണം അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂർ പരിചിതമായൊരു മണ്ഡലമാണ്. 2 തവണ അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ അൻവർ മത്സരിച്ച് 5000 വോട്ട് പിടിച്ചോട്ടെ, 10000 വോട്ട് പിടിച്ചോട്ടെ, അത് UDF ബാധിക്കുക ഏറ്റവും കൂടുതൽ. പക്ഷേ അൻവർ എവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനം വരുമായിരിക്കും, ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അൻവർ ആരാണ്? ഇപ്പോൾ അൻവർ എന്തോ ത്യാഗം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്, UDF മത്സരിക്കാൻ പറ്റുന്നത്, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ത്യാഗമാണല്ലോ MLA സ്ഥാനം രാജിവെച്ചത്. അൻവറിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു? LDF ആരെങ്കിലും ആവശ്യപ്പെട്ടോ? UDF ആരെങ്കിലും ആവശ്യപ്പെട്ടോ? നിങ്ങളവിടെ നിൽക്കരുത് എന്നാരെങ്കിലും പറഞ്ഞു? അതായത് അൻവർ LDF നിന്നുകൊണ്ടാണ് അദ്ദേഹം അതിശക്തമായ വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത്. അതിശക്തമായ വിമർശനങ്ങൾ LDF നിന്നുകൊണ്ട് അൻവർ ഉന്നയിച്ച ആ വിമർശനങ്ങളുടെ ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വിമർശിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം അതിൽ സസ്റ്റെയിൻ ചെയ്തോ ആ വിമർശനം കാര്യമായ ഗ്രാവിറ്റി ഉണ്ടായിരുന്നില്ല. ഗ്രാവിറ്റി ഇല്ലാത്തതിന് കാരണം അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് നിൽക്കുമ്പോഴാണ് ആ വിമർശനത്തിന് ശക്തി ഉണ്ടാവുക. അദ്ദേഹം ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് നിന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ എന്താണ് പറഞ്ഞത്? ഇവരെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് ഡയറക്റ്റ് പിണറായി വിജയനിലേക്ക് യുദ്ധമുഖം തിരിച്ചു. അപ്പോഴാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ കള്ളക്കടത്തുകാരെ റെപ്രസെൻറ്റേറ്റീവ് ആക്കുകയും അതേ തുടർന്ന് ഇതിന് രാജിവെക്കേണ്ടി വരുന്നത്. അപ്പോൾ LDF നിന്ന് PV അൻവർ പുറത്തിറങ്ങുന്നതും MLA സ്ഥാനം രാജിവെക്കുന്നതും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അൻവറിന് മാത്രമാണ്. അദ്ദേഹത്തോട് ആരും ആവശ്യപ്പെട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, UDF വരൂ, അല്ലെങ്കിൽ LDF വിട്ടു വരൂ, എന്തിനാണ് നശിച്ച മുന്നണിയിൽ നിൽക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും മിത്രങ്ങളും ചോദിച്ചിട്ടില്ല. അപ്പോൾ അവിടെ രാജി എന്ന് പറയുന്നത് PV അൻവറിൻ്റെ മാത്രം ചോയ്സാണ്. ആ രാജിവെച്ച തീരുമാനം തന്നെ എത്രമാത്രം ബുദ്ധിപരമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അൻവർ LDF നിന്നുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു കണ്ടെത്തലെങ്കിലും ഉണ്ടാവുമായിരുന്നു. അൻവർ പുറത്തു വന്നുകൂടി പിന്നെ അന്വേഷണം ഇല്ലാണ്ടായി. അൻവർ തെളിവ് കൊണ്ടുകൊള്ളണം എന്നൊക്കെയാണ് ഇപ്പോൾ CPM പറയുന്നത്. പൂരം കലക്കിയത്
അജിത് കുമാറാണോ, അങ്ങനെയാണെങ്കിൽ തെളിവ് കൊടുക്കണം. MR അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്മാനം നടത്തി, എന്നാൽ അൻവർ തെളിവ് കൊണ്ടുവരട്ടെ. അതായത് തെളിവ് കണ്ടെത്തേണ്ട പണി വിജിലൻസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പണി അൻവറിനാണ് എന്നാണ് ഇപ്പോൾ CPM ലൈൻ. അതായത് അൻവർ ആ മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ MLA സ്ഥാനം രാജിവെച്ചതോടെ അത് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ ശക്തി കുറഞ്ഞു. ഇനിയുള്ളത് എന്താണ്? അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആക്ഷേപങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ ഒരു രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടുവരണം. അത് UDF കഴിയും. UDF എത്രമാത്രം കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അൻവർ എന്തുകൊണ്ട് മുന്നണിയിലേക്ക് വരാൻ വൈകി? അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു, ശരിയാണ്. ആ തീരുമാനം വേണ്ട വിധത്തിൽ അൻവറുമായി അറിയിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അദ്ദേഹത്തെ സെറ്റിലാക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് UDF-നൊപ്പം നിർത്തി പിന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പുറത്ത് നിൽക്കുന്ന അൻവർ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് നമ്മൾ കണ്ടാണ്. അതായത് UDF-ലില്ല അദ്ദേഹം, UDF-ൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്, എന്നെ എടുക്കാത്തതെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അൻവർ. താൻ ഏത് മുന്നണിയിലാണോ ചേരാൻ പോകുന്നത് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഈ മുന്നണി സ്ഥാനാർത്ഥി LDF-ആയിട്ട് രഹസ്യ ശ്രമം നടത്തിയിരുന്നു LDF സ്ഥാനാർത്ഥിയാവാൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. ഫൈസി LDF-ൽ ചേരാൻ പോകണം അൻവർ, LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി UDF-ൽ ചേരാൻ ശ്രമിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എങ്ങനെയായിരിക്കും PV അൻവറിനോട് പെരുമാറുക? ഗോവിന്ദൻ മാസ്റ്റർ എങ്ങനെയായിരിക്കും പെരുമാറുക? എന്തായിരിക്കും CPM-ൻ്റെ കാര്യത്തിലുള്ള ഔദ്യോഗിക നിലപാട് എന്തായിരിക്കും അൻവറിനോട്? അപ്പോൾ LDF-ന് നമ്മൾ വകവച്ച് കൊടുക്കാത്തൊരു കാര്യം നമ്മൾ എന്തിനാണ് UDF-ൻ്റെ തലയിലേക്ക് വയ്ക്കുന്നത്? അവർ കുറേ കൂടി മൈൽഡ് ആവണം, അൻവറിനെ കൂടെ നിർത്തണം. ഒരു കാരണവശാലും ഒരു മുന്നണിയോ പാർട്ടിയോ അംഗീകരിക്കുകയോ മാപ്പ് കൊടുക്കുകയോ ചെയ്യാത്ത പെരുമാറ്റമാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തുണ്ടായത്. ഇനി അദ്ദേഹത്തെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് ശരി. ഇനി കൂടെ നിർത്തി എന്ന് കരുതുക, അദ്ദേഹത്തിന് അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രഖ്യാപിക്കുന്നത് കരുതുക, പേര് പ്രഖ്യാപിക്കുന്നത്. എന്തായിരിക്കും അൻവറിൻ്റെ റിയാക്ഷൻ? അൻവർ UDF-ന് പുറത്ത് നിന്ന് നടത്തിയ റിയാക്ഷൻ ആയിരിക്കുമോ അകത്ത് കയറിയതിന് ശേഷം നടന്ന റിയാക്ഷൻ ആയിരിക്കും UDF-ന് കൂടുതൽ ഡാമേജ് ഉണ്ടാകുക? അകത്ത് നിന്നിട്ട് പറയുമ്പോഴായിരിക്കും. ഇപ്പോൾ അൻവർ പറഞ്ഞാൽ അൻവർ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അൻവർ UDF-ൻ്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് ആര്യാടൻ ഷൗക്കത്ത് പറ്റില്ല, ആര്യാടൻ ഷൗക്കത്ത് LDF-ആയിട്ട് ഇതിന് പോയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ UDF-ന് ആ ചെയ്യാനുള്ള അയാളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്തും, ഈ പ്രശ്നങ്ങൾ തീരും, അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് കരുതുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, അങ്ങനെയാണെന്ന് കരുതുക. ഈ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന അടുത്തൊരു ഇലക്ഷൻ ഉണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ സമയത്ത് അൻവറിൻ്റെ ക്ലെയിം എന്തൊക്കെയായിരിക്കും? അൻവർ എവിടെയൊക്കെ സീറ്റ് ചോദിക്കും? അൻവറുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് അവിടെ ശക്തിയുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ ശക്തി, ഞങ്ങൾ 5-6 സീറ്റല്ല പഞ്ചായത്തിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തലവേദനയോടെ വരാൻ പോകും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് നെഗോഷിയേഷൻ മതിയായിരിക്കില്ല അൻവറുമായിട്ടുള്ള സീറ്റ് നെഗോഷിയേഷൻ. ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളെ ഒരു മുന്നണിക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ചോദ്യം. അവിടെ തിരുത്തേണ്ടത് അൻവർ തന്നെയാണ്. അതിന് ഇന്ന് VD സതീശൻ പറയുന്ന കാര്യം തന്നെയാണല്ലോ. നിങ്ങൾ മാറി മാറി ചോദിക്കുന്നു, ഞാൻ 2 വാക്കുകളെ പറയുന്നുള്ളൂ. അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, UDF-ൽ അദ്ദേഹത്തിന് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാം എന്നാണ് ഇന്നും അദ്ദേഹം പറയുന്നത്. അല്ല അയവിൻ്റെ ഒന്നുമില്ല, മാപ്പ് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് KC വേണുഗോപാലിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് സതീശൻ അത് അട്ടിമറിച്ചു എന്ന് അൻവർ പറയുന്നുണ്ടല്ലോ. ഇതേ KC വേണുഗോപാലിന് കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്ന് അറിയില്ല എന്ന് വിമർശിച്ച ആളാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. KC വേണുഗോപാലിന് കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരുത്തനെ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയതുകൊണ്ടാണ് കോൺഗ്രസ് നശിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാലാണ് അൻവർ. എന്നിട്ട് അതേ അൻവർ പറയാണ് ഇനി എനിക്ക് ആശ്രയം KC വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. ഇത് ഒരു PC ജോർജ് പ്രോ മാക്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 2-ാം തീയതി ഇദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തുന്നു. മറ്റുള്ളവരാരും ഇപ്പോൾ UDF നേതാക്കൾ ആരുമില്ല. സുധാകരനും പോയി, ഈ പറയുന്ന ഹസനും പോയി. ആ തീരുമാനം എന്തുകൊണ്ടാണ് വൈകിയത്? നമ്മൾ ഇദ്ദേഹത്തെ എടുക്കേണ്ടതില്ല എന്നൊന്ന് തീരുമാനിച്ചിരുന്നോ? അതോ അതിൻ്റെ ഉള്ളുകളിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ സതീശനെ അത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു, സതീശൻ നിന്നിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഉത്തരം നമുക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. അതാണ് ചോദിക്കുന്നത്. പ്രഖ്യാപിക്കുന്നത് വരെ ഈ സംഭവം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, അത്രയും സമയം ഉണ്ടായിരുന്നു. അത് നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഡാമേജ് അത്രയും കുറഞ്ഞത്. ഞാൻ വീണ്ടും പറയുകയാണ്, മെയ് 2-ാം തീയതി തന്നെ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് UDF-ൽ സമവായം ഉണ്ടാകുമ്പോൾ അൻവറിൻ്റെ നിലപാട് എന്തായിരിക്കും? ഇനി അൻവറിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിക്കണം. കോൺഗ്രസിൻ്റെയാണല്ലോ സീറ്റ്, കോൺഗ്രസ്സാണല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുകയാണ്. അകത്ത് നിൽക്കുന്ന അൻവർ ആയിരിക്കുമോ പുറത്ത് നിൽക്കുന്ന അൻവർ ആയിരിക്കുമോ UDF-ന് കൂടുതൽ? അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന അൻവറിൻ്റെ എതിർപ്പാണോ പുറത്ത് നിൽക്കുന്ന അൻവറിൻ്റെ എതിർപ്പാണോ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക? ഇപ്പോൾ വളരെ കുറച്ച് ഡാമേജേ ഉള്ളൂ, അകത്ത് നിന്ന് കൂടുതൽ ഡാമേജ് ഉണ്ടായാൽ. ഈ ഒരു കൺസേൺ മെയ് 2-ലുള്ള മീറ്റിംഗിൽ അവരുടെ മുമ്പിൽ ഇല്ല. മാത്രം കൺസേൺ ആണ്. അത് ഒരാളുടെ കൺസേൺ ആവുന്ന എങ്ങനെയാണ്? അത് എല്ലാവരുടെയും കൺസേൺ ആണ്. നിങ്ങൾ നോക്കുക, ഈ അൻവർ UDF-ൽ ഉണ്ടാക്കാൻ പോകുന്ന കലഹങ്ങൾ
ഇത് ഇവിടെ തീരാൻ പോകുന്നില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ തീരില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ പ്രശ്നം ഉണ്ടാവും, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് അവർക്കൊരു PC ജോർജിൻ്റെ അനുഭവം ഉണ്ടെന്ന് UDF ഇതുപോലെ ഒരാളെടുത്ത് വെച്ചതാണ് PC ജോർജിനെ, ചീഫ് വിപ്പൊക്കെ ആക്കി വെച്ചതാണ്. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് PC ജോർജ് എന്തുമാത്രം തലവേദന ഉണ്ടാക്കിയോ അതിലപ്പുറം തലവേദന PV അൻവർ ഉണ്ടാക്കും. പക്ഷേ PC ജോർജുമായിട്ട് അൻവറിനെ താരതമ്യം ചെയ്യുന്നതിൽ എനിക്ക് അല്ല, ഞാൻ പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞത്. വലിയൊരു കോസുമായിട്ടാണ് അദ്ദേഹം ഈ പുറത്ത് കോസിനെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഈ കോസിനെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുമില്ല. കോസ് ഏറ്റെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ നിലമ്പൂർ ബൈപ്പാസ് ഉണ്ടാക്കിയോ, നിലമ്പൂർ കാട്ടാൻ ശൈലി ഉണ്ടെന്നുള്ള ഇതല്ല വരാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ തന്നെ വരാൻ പോകുന്നു. MV ഗോവിന്ദ മാസ്റ്റർ സമ്മതിച്ചു, എല്ലാ തെരഞ്ഞെടുപ്പും സർക്കാരിൻ്റെ വിലയിരുത്തലാണ്. സ്വരാജ് പറയുന്നത് എന്താണ്? ആ വിലയിരുത്തൽ നടക്കട്ടെ, എന്നിട്ട് തുടർ ഭരണത്തിനുള്ള ഒരു തുടക്കമാവട്ടെ എന്നാണ് പുതിയ സ്ഥാനാർത്ഥി പോലും പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒരു സംശയമില്ല. ഇന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി വേണം LDF എന്ന് വാശി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും സർക്കാരിനെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഉൾപ്പെടെ ഭരണപക്ഷത്തു നിന്ന് മറുപടി വേണം, ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ സ്ഥാനാർത്ഥി വരണം എന്നുള്ളതുകൊണ്ടാണ്. ആ വിഷയം അപ്പോൾ PV അൻവർ എത്ര ഡാമേജ് ഉണ്ടാക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് അൻവറിനെ മാറ്റി നിർത്താനൊന്നുമല്ല, അൻവർ എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് UDF നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്.